ഞാൻ പൂച്ചയ്ക്കുള്ള ആഹാരം കൊണ്ട് മേളിലേക്ക് പോവുകയാണ്. ടെറസിൻ്റെ മേളിലാണ് പൂച്ചക്കുട്ടികളെ വളർത്താറ്. അപ്പോൾ അർജുൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ അപ്പോഴേക്കും ഓടി വരും. പൂച്ചക്കുട്ടികളെ കാണണമെന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചയെ അകത്തേക്ക് കയറ്റാറില്ല, കാരണം വീട്ടിൽ അല്ലെങ്കിൽ തന്നെ ഒരു പട്ടി അതെല്ലാം ഉണ്ട്. അപ്പോൾ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ടെറസിലാണ് വളർത്തുന്നത്. അതിന് കിടക്കാൻ കുറച്ച് സ്ഥലമൊക്കെ ഞാൻ ടെറസിൻ്റെ മുകളിൽ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു മഴയത്ത് കിട്ടിയതാണ് ഈ 3 പൂച്ചക്കുട്ടികളെ. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മഴവെള്ളം പൊങ്ങിയപ്പോൾ ആ ഓടയിൽ ഇങ്ങനെ പൊങ്ങിക്കിടപ്പുണ്ടായിരുന്നു 3 പൂച്ചക്കുഞ്ഞുങ്ങൾ. അതിനെ എടുത്തുകൊണ്ട് വന്ന് കുപ്പിപ്പാലൊക്കെ കൊടുത്ത് വളർത്തി ഇത്രയാക്കിയിട്ടുണ്ട്. വാതിൽ തുറക്കുമ്പോൾ നോക്കിക്കോളണേ, എല്ലാം കൂടി ഓടി വരും അകത്തേക്ക്. എന്നിട്ട് കുറച്ച് നേരം അർജുനെ ഒന്ന് സ്നേഹിച്ചിട്ടൊക്കെ പോവുള്ളൂ. ഇവരെല്ലാവരും കൂടി വെളിയിലേക്ക് ഇറങ്ങുക. വെളിയിലിറങ്ങിയിട്ട് കുറച്ച് നേരം കളിക്കും. ഇവർക്ക് വിശപ്പ് ഭയങ്കരമായി. ഉച്ചയ്ക്കുള്ള ആഹാരം കൊണ്ട് പോവുക. എന്നും ചോറ്, നെയ്യ്, ചോറ്, പാല് ഇതൊക്കെ തന്നെയാണ് കൊടുക്കാറ്. ഞങ്ങൾ വെജിറ്റേറിയൻ ആയതുകൊണ്ട് വേറെ ഒന്നും കൊടുക്കാൻ നിവൃത്തിയില്ല. ചോറ് ഒരു കവറിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ചോറും നെയ്യുമാണ് ഇന്ന് കൊടുത്തത്. അർജുന് സാധാരണ ചോറും നെയ്യും ഇഷ്ടമല്ല, പക്ഷേ പൂച്ചകൾ കഴിക്കുന്ന കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവർ നല്ല ആസ്വദിച്ച് കഴിക്കും. അവർക്കിഷ്ടമാണ്. വേറെ അതിൻ്റെ ടേസ്റ്റ് അറിയാത്തത് കൊണ്ടായിരിക്കാം ചോറും പാലും ചോറും നെയ്യും ഒക്കെ അവർ കഴിച്ചോളും. അവർ ഇങ്ങനെ സുഖമായിട്ട് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അർജുനുമായിട്ട് കളിക്കും. ടെറസിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല വെയിൽ കിട്ടുന്ന ഭാഗം ടെറസ് ആയതുകൊണ്ട് അവിടെയാണ് ചെടികളൊക്കെ കൂടുതൽ വളർത്തുന്നത്. എല്ലാത്തിനും നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ചെടി ഒരു വീക്ക്നെസ്സാണ്. എല്ലാത്തിലും പൂ വരും, കാരണം നല്ല വെയിലുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലൊന്നും അധികം വെയിൽ കിട്ടാറില്ല. അതുകൊണ്ട് ചെറിയ സൈറ്റിലുള്ള വീട്, ഇത് ബാംഗ്ലൂരാണ്. അതുകൊണ്ട് എല്ലാം ചെറിയ ചെറിയ മുറ്റമൊന്നുമില്ല, ചെറിയ ചെറിയ സൈറ്റുകളിലാണ് വീട് വയ്ക്കാറ്. അർജുന കൊണ്ടുവന്ന പേപ്പറെല്ലാം കടിച്ച് കീറുന്നുണ്ട്. ആ കവറെല്ലാം അവിടെ കീറി നശിപ്പിച്ചിടുന്നുണ്ട്. പൂച്ചയുടെ വയറൊക്കെ ഏകദേശമൊക്കെ നിറയാറായി. കുറച്ച് കഴിയുമ്പോൾ നോക്കിക്കൊള്ളണം, അവൻ അർജുനുമായിട്ട് കളി തുടങ്ങും. അവരുടെ കഴിക്കുന്നതിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു തുടങ്ങി. ഒരാൾ അർജുൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതിനെ വലിയ ഇഷ്ടമാണ്. പൂച്ചകൾക്ക് ഇവർ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഓരോരുത്തർ അർജുൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഏറ്റവും ഇഷ്ടം ആ ചെമ്പൻ കളറിലുള്ള പൂച്ചയ്ക്കാണ്. അവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. എപ്പോഴും ദേഹത്ത് കയറി കിടക്കുകയും. ഈ കൊച്ചു പൂച്ചകൾ അതിൻ്റെ അമ്മയുടെ പാല് കുടിച്ചിട്ടേയില്ല, കാരണം കണ്ണ് തുറക്കുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതാണ്. അവിടെ അർജുനും കൂടി ഉണ്ണാൻ തുടങ്ങി. അവർ കഴിക്കുന്ന കാണുമ്പോൾ അവനും കഴിക്കാൻ വലിയ ആഗ്രഹമാണ്. അവനത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അവൻ പോയത്. അല്ലെങ്കിൽ അത് ഫുള്ള് തീർത്തേനെ. ഈ പൂച്ചകൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ സ്കിൻ ഡിസീസ് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഉപ്പുവെള്ളം വെച്ചിട്ട് കുളിപ്പിക്കും. അങ്ങനെ കുറച്ചൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ രോമമൊന്നും കൊഴിയുന്നില്ല, സ്കിൻ ഡിസീസൊക്കെ മാറിയിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചു വന്നാൽ കൊടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ടുണ്ട് ഇതിനെ കിട്ടിയിട്ട്. ഇദ്ദേഹമാണെങ്കിൽ എപ്പോൾ വാതിൽ തുറക്കുന്നു അപ്പോൾ അകത്ത് കയറാമെന്ന് പറഞ്ഞിട്ട് വാതിലിൻ്റെ അടുത്ത് എപ്പോഴും കാണും. കഴിച്ചു കഴിഞ്ഞാൽ ഓടി വന്ന് അവിടെ ഇരിക്കും, വാതിൽ തുറന്ന അകത്തേക്ക് കയറാനായിട്ട്. എല്ലാവരെയും കൂടി വീട്ടിനകത്തേക്ക് കയറ്റിയാൽ ശരിയാവില്ല. അല്ലെങ്കിൽ തന്നെ അർജുൻ്റെ പൂട നന്നായിട്ട് പൊഴിയുന്നുണ്ട്. അതിനൊക്കെ അവന് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനെന്നെ നോക്കുന്നുണ്ട്. അവരായിട്ട് രണ്ടുപേരും കൂടി എപ്പോഴും കളിയാണ്. അവനിഷ്ടമാണ്. അവന് ബോറടിക്കും. അപ്പോൾ അവനെപ്പോഴും വിളിക്കും, മുകളിലേക്ക് പോകാമെന്ന് വിളിക്കും. നമ്മളെത്ര ശബ്ദം ഉണ്ടാക്കാതെ മുകളിലേക്ക് കയറിയാലും ഇവർ ഓടി വരും കളിക്കാൻ. ഇവനറിയും എങ്ങനെയായാലും, അവനപ്പോഴേ ഓടി വരും. അവന് ക്യാമറ അത്ര ഇഷ്ടമല്ല അർജുന്. ക്യാമറ കൊണ്ടുവന്ന അപ്പം അവൻ മാറിക്കളയും. അവന് ക്യാമറയോട് വലിയ താല്പര്യമില്ല. അവരിടയ്ക്കിടയ്ക്ക് കളിക്കും, പിന്നെ പോയി കഴിക്കും, പിന്നെയും കഴിക്കും, കളിക്കും. അങ്ങനെയാണ് ഇവർ. അവിടെയൊക്കെ നശിപ്പിച്ച് വെച്ചിരിക്കുക. ഫുള്ള് ചട്ടിയിലെല്ലാം അപ്പിയിട്ട് വയ്ക്കും.
പിന്നെ കുറച്ച് മണ്ണൊരു കവറിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാലും അതിലൊക്കെ ആയിരിക്കും അവൻ അപ്പിയിട്ട് വെക്കുന്ന ഇവർ. പിന്നെ അതിലൊക്കെയുള്ള ചെടിയിലൊക്കെയുള്ള വീട്ടിലിനെയൊക്കെ പിടിച്ച് കഴിക്കുന്ന കാണാം. കണ്ടോ, പാല് കുടിച്ചിട്ടില്ല ഈ കുഞ്ഞി പൂച്ചയെ. അതുകൊണ്ട് അവൻ്റെ ആ വയറിൻ്റെ ഭാഗം പോയി ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ കടി കിട്ടുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റ് കൊടുക്കും, 2 അടി കൊടുക്കും അവന്. അത് സമയം വേറെ പൂച്ചകളൊന്നും ചെയ്യില്ല. അവൻ ആ ചെമ്പൻ പൂച്ച മാത്രമേ ചെയ്യുള്ളൂ. എപ്പോഴും അവന് കടി കിട്ടി അവൻ ചാടി എഴുന്നേറ്റ് നിന്നു. അവൻ സമ്മതിക്കില്ല, അവനെ പിടിച്ചു വെച്ചേക്കും. അവന് കിടക്കാൻ സമ്മതിക്കേയില്ല, അപ്പോഴേ ചെല്ലും. ഇവർ വലിയ തിക്ക് ഫ്രണ്ട്സാണ് കേട്ടോ. ഇവരാണ് ഇവൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് അത്. തള്ളി കൊണ്ടുപോവുകയാണ്. അവൻ പിടിച്ചു വെച്ചിരിക്കുക, അതിനെ എഴുന്നേൽക്കാതിരിക്കുക, അല്ലെങ്കിൽ അവനെ കിടക്കാൻ സമ്മതിക്കില്ല. പക്ഷെ ദ്രോഹിക്കുകയൊന്നുമില്ല കേട്ടോ, കടിക്കുകയോ അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇവൻ ഒരു വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഈ പൂച്ചക്കുഞ്ഞുങ്ങൾ വന്നത്. അന്ന് തൊട്ട് കുഞ്ഞിലേ കാണുന്നത് കൊണ്ട് കേട്ടോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒന്നും ചെയ്യില്ല. നമുക്ക് ധൈര്യമായിട്ട് അവനെ ഏൽപ്പിച്ചിട്ട് പോവാം. അങ്ങനെ പിടിച്ച് കിടത്തി വെച്ചേക്കും. കരയാണെങ്കിൽ അപ്പോഴേക്കും വിട്ടു കൊടുക്കും. അവനും ഇഷ്ടമാണ് കളിക്കാൻ. ഈ പൂച്ചയ്ക്കിപ്പോൾ ഒരു 4-5 മാസമായി കാണുള്ളൂ. അവൻ ക്യാമറ കണ്ടു. ക്യാമറയിൽ നോക്കുന്നത് അവന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഇവിടെ ഒരാൾ കാലിൽ മൂർച്ച കൂട്ടാനായിട്ടൊക്കെ നഖത്തിന് മൂർച്ച കൂട്ടാനായിട്ട് എപ്പോഴും പോയി ചെയ്യും. അതും അർജുൻ സമ്മതിക്കാറില്ല. ഈ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് പേരൊന്നും വെച്ചിട്ടില്ല. അർജുന് മാത്രമേ ഉള്ളൂ പേരിട്ടിരിക്കുന്നത്. അർജുൻ ഇന്ത്യൻ സ്പിറ്റ്സാണ്. വലിയ മെയിൻ്റെനൻസ് ഒന്നും വേണ്ട. ഫുഡൊന്നും ഭയങ്കര നോൺ വെജൊന്നും വേണ്ട. വെജിറ്റേറിയൻ കൊടുത്താലും മതിയാകും. കൊണ്ടുവരുമ്പോൾ കുറച്ച് കുസൃതിയായിരുന്നു. എല്ലാം കടിച്ച് കീറി, ഡ്രസ്സുകളും എല്ലാം കീറുമായിരുന്നു. സോഫ, ഈ പ്ലാസ്റ്റിക് കസേരയുടെ ഭാഗങ്ങൾ ഒക്കെ കടിച്ച് കീറുമായിരുന്നു. വലുതായതിന് ശേഷം വലിയ കുഴപ്പമില്ല. കുളിക്കാനും വലിയ മടിയൊന്നുമില്ല. അവൻ കഴിക്കുന്ന കാണുമ്പോൾ ചെമ്പന് ഓടി വന്ന് കഴിക്കും. രണ്ടുപേരും മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അടുത്ത വീഡിയോയുമായി